ഹലോ ഗൈസ്, ഇന്ന് നമുക്ക് ഫുഡ് ഉണ്ടാക്കുന്ന വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. ഇച്ചിരി തിരക്കൊക്കെ ആയിരുന്നു, പുറത്തൊക്കെ പോയിട്ട് വന്നായിരുന്നു. അതെനിക്ക് തിരക്കായിരുന്നു, അതിന് ആ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോഴാണ് കൊച്ചു പറഞ്ഞത് കൊച്ചിന് 20 സർക്കിൾസ് യെല്ലോ പേപ്പറിൽ വേണമെന്ന്. അപ്പോൾ അത് നമ്മൾ റൗണ്ടാക്കി ആദ്യമേ ഒരു ബോട്ടിൽ അടപ്പെടുത്തു. ആ അടപ്പ് കൊണ്ട് നമ്മൾ സർക്കിളാക്കാൻ തുടങ്ങി. അങ്ങനെ 20 സർക്കിൾസ് ഉണ്ടാക്കി വെച്ചു. 20 സർക്കിൾസ് ഉണ്ടാക്കി വെച്ചിട്ട് നമുക്കത് കുഞ്ഞു കുഞ്ഞായിട്ട് മുറിക്കണം. സ്കൂളിൽ എന്തോ പ്രൊജക്റ്റാക്കി കൂടെ പിള്ളേർക്ക് പ്രൊജക്റ്റ് തരുമ്പോൾ അപ്പനും അമ്മയ്ക്കാണ് ഉണ്ടാക്കാൻ തരുന്നത്. അങ്ങനെ സർക്കിൾ ഉണ്ടാക്കി വയ്ക്കുമായിരുന്നു. അതിന് നമുക്ക് കൂടെ കാർട്ടൂൺ നന്നുകൊണ്ടിരിക്കുക. അവൾക്ക് അതും കാണണം, ഈ സർക്കിൾ ഉണ്ടാക്കുന്നതും കാണണം. അങ്ങനെ പതുക്കെ പതുക്കെ ശരിയാവുമെന്ന് എനിക്കറിയത്തില്ലായിരുന്നു. അങ്ങനെ പതുക്കെ ചെയ്തു. ഞങ്ങൾ ഈ കാര്യം പറഞ്ഞ 3 ദിവസമായിട്ട് പറയാൻ തുടങ്ങിയിട്ട് ടീച്ചർ പറഞ്ഞിട്ടുണ്ട്. അത് 2 ദിവസം അവൾക്ക് അവധിയായിരുന്നല്ലോ. ഇവിടെ മക്കർ സംക്രാന്തിൻ്റെ ഒക്കെ അവധിയായിരുന്നു. അതിന് മുമ്പ് പറഞ്ഞായിരുന്നു, ടീച്ചർ മെസ്സേജ് അയച്ചായിരുന്നു 20 സർക്കിൾ ഉണ്ടാക്കി ഫ്രൈഡേ വിടണമെന്ന്. അങ്ങനെ നമ്മൾ സർക്കിൾ ഉണ്ടാക്കാൻ തുടങ്ങി, മുറിക്കുമായിരുന്നു. എന്തോ പ്രൊജക്റ്റ് വർക്കാണ്. അങ്ങനെ സർക്കിൾ ഉണ്ടാക്കി വെച്ചു. ഇനി ഞങ്ങൾ പതിയെ പതിയെ അത് കട്ട് ചെയ്തെടുക്കുമായിരുന്നു. അങ്ങനെ കട്ട് ചെയ്ത് അപ്പം ഇങ്ങനെ സർക്കിളായി വന്നു. ഫസ്റ്റിൽ ആദ്യമത്തെ റൗണ്ട് ശരിക്കും റൗണ്ടായില്ലായിരുന്നു. രണ്ടാം പക്ഷം എടുത്ത് കറക്റ്റ് റൗണ്ട് ഷേപ്പിൽ വന്നു. അപ്പോൾ അവളുടെ തൊപ്പിയും കൊണ്ട് വന്നു, മമ്മി ഇങ്ങോട്ട് ഇട്ടതാന്ന് പറഞ്ഞ്. അപ്പോൾ അതിനകത്തോട് ഇട്ട് കൊടുത്തു. അപ്പോൾ ഇത് കണ്ടപ്പോൾ കുക്കുവിനൊരു സന്തോഷം, റൗണ്ടായല്ലോ എന്ന് പറഞ്ഞ്. പിള്ളേരുടെ കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങളല്ലേ, ഉള്ള സന്തോഷം കണ്ടു. അങ്ങനെ പിന്നെ ബാക്കി സർക്കിൾസ് ആക്കാൻ തുടങ്ങി. 20 എണ്ണം അങ്ങനെ പെട്ടെന്ന് ചെയ്ത് കൊടുത്തു. അവളെ ടിട്ടു കാർട്ടൂൺ നടന്നുകൊണ്ടിരിക്കുക. അത് ഓഫാക്കാൻ പറഞ്ഞ് ഓഫാക്കുകയില്ല. പിള്ളേർക്ക് കാർട്ടൂൺ തന്നെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചേട്ടൻ പറഞ്ഞു, ഇങ്ങനത്തെ പകുതി സർക്കിൾ ഞാൻ ഉണ്ടാക്കാമെന്ന് പറഞ്ഞ് ചേട്ടൻ മേടിച്ചിട്ട് ചേട്ടൻ മുറിക്കാൻ തുടങ്ങി. അപ്പം അങ്ങനെ 20 എണ്ണം കംപ്ലീറ്റ് ആക്കി. അപ്പോൾ ബോക്സിനകത്തിട്ട് കൊടുത്ത് നമ്മളെ സ്കൂളിൽ കൊണ്ട് കളയാതെ കൊണ്ടുപോകണം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഒരു പീസ് പോലും മിസ്സാക്കണം. കറക്റ്റ് 20 എണ്ണം ഉണ്ടാക്കി കൊടുത്തു. ഒരു എക്സ്ട്രാ പോലും ഉണ്ടാക്കി കൊടുത്തില്ല അവൾക്ക്. 20 എണ്ണം ഉണ്ടാക്കി അവളുടെ ബോക്സിനകത്ത് റെഡിയാക്കി വെച്ചു. ഇനി നാളത്തേന് അവളുടെ സ്റ്റേഷനറി ബോക്സ് റെഡിയാക്കുക. റബ്ബറും ഷാർപ്പനറും പെൻസിലും എല്ലാം ഇട്ട് കൊടുക്കുക. നമ്മളിവിടുന്ന് ഫുള്ളെല്ലാം കൊടുത്തു വിടും, റബ്ബറും ഷാർപ്പനറും എല്ലാം. പക്ഷേ തിരിച്ചു വരുമ്പം എന്തെങ്കിലും ഒരെണ്ണം മിസ്സിങ് ആയിട്ടേ വരുവുള്ളൂ. അല്ലെങ്കിൽ റബ്ബർ ആയിരിക്കും, അല്ലെങ്കിൽ പെൻസിലായിരിക്കും. അങ്ങനെ ഇവിടെ നാളത്തേനുള്ള ബാഗ് റെഡിയാക്കും. നാളെ ഡ്രോയിങ് ബുക്ക് കൊടുത്തു വിടണമെന്ന് ടീച്ചർ പറഞ്ഞായിരുന്നു. ഞാൻ ഡ്രോയിങ് ബുക്കും ക്രയോൺസും ഒക്കെ അവളുടെ ബാഗിനകത്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. കൂടെ ബാഗെല്ലാം റെഡിയാക്കി വെച്ചു. അപ്പം ക്രയോൺസ് എല്ലാം കളഞ്ഞിട്ട് വന്നേക്കുമായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു, ഇന്നും ക്രയോൺസ് ഒന്നും കളയല്ല. അപ്പം മമ്മി പ്രോമിസ് ഇനി തൊട്ട് കളയില്ല എന്ന് പറഞ്ഞ് പ്രോമിസൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം ഇന്നത്തെ വീഡിയോ ഇവിടെ കൊണ്ട് അവസാനിക്കുന്നു. നാളെ പിന്നെയും കാണാം. അപ്പോഴത്തേക്കും ടാറ്റാ, ബൈ ബൈ. ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാം വീഡിയോ ഇഷ്ടപ്പെട്ട ആൾക്കാരൊക്കെ. ഓക്കെ, ബൈ.